നോമ്പ് ചിന്ത 41 ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയവിട്ടിൽ, ഡയറക്ടർ കൃപാസനം. വീണ്ടും ചെളിയിൽ ഉരുണ്ടാൽ. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും ആദിമസഭയിൽ നേരിട്ടിരുന്ന വിഷയങ്ങളിലൊന്ന്, ക്രിസ്തുവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പഴയ ജീവിത രീതികളിലേക്ക് മടങ്ങിപ്പോകുന്ന പ്രവണതയായിരുന്നു. ഹെബ്രായ സഭയിലും ജെറുസലേം സഭയിലും തുർക്കിയിലും സ്മിർണയിലെ സഭകളിലുമൊക്കെ ഈ പിന്തിരിഞ്ഞു പോകുന്നവർ സഭയുടെ ആശങ്കയായിരുന്നു. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. 2 പത്രോസ് 2:20. അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് ഇതേക്കുറിച്ച് അറിയാതിരിക്കുന്നതായിരുന്നു. ഛർദ്ദിച്ചതിലേക്ക് തന്നെ നായ വീണ്ടും വരുന്നു. കുളിച്ച പന്നി ചെളിയിൽ വീണ്ടും ഉരുളുന്നു. ഇത്രയും കർശനമായ വിമർശനത്തോടെയാണ് പത്രോസ് ഈ പിന്മാറ്റക്കാരെ പരാമർശിക്കുന്നത്. വീണുപോയാൽ അവർ മനഃപൂർവ്വം ദൈവപുത്രനെ കുരിശിൽ തറയ്ക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണെന്ന് ഹെബ്രായ ലേഖകനും, പിന്മാറുകയാണെങ്കിൽ എന്നതിന് പിന്നാലെ പത്രോസും തങ്ങളുടെ ലേഖനങ്ങളിൽ പറയുന്നത് ഒരേ കാര്യമാണ്. പൗലോസ് വീണ്ടും വീണുപോയവരുടെ ഇരിഞ്ഞമരലിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നത് നായ ഛർദ്ദിച്ചതിലേക്ക് തന്നെ വീണ്ടും വരുന്നു എന്നതാണ്. നോമ്പ് ദിനങ്ങളിൽ വിശുദ്ധിയോടെ ജീവിച്ച ശേഷം ഉയർപ്പ് തിരുനാളിന് പിന്നാലെ വീണ്ടുമെല്ലാം മ്ലേച്ഛതകളിലേക്കും തിരിച്ചു പോകുന്ന ആളുകൾ സമാന സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. നികൃഷ്ടമായ മൃഗങ്ങളെക്കാൾ ഗതികെട്ടവരായിട്ടാണ് ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണുപോകുമ്പോൾ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. നോമ്പ് തീരാൻ പോവുകയാണ്. ആർജിച്ച വിശുദ്ധിയും കൃപയും നിലനിർത്താൻ വേണ്ടി ബോധപൂർവം നമുക്ക് പരിശ്രമിക്കാം.